എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയും ഇന്നേ വരെ പറയാത്ത രീതിയിൽ മോദി ഗ്യാരണ്ടി എന്ന് ഒരു ഇലക്ഷൻ പ്രചരണ പ്രസംഗത്തിൽ 16 തവണ പറഞ്ഞുകൊണ്ടിരുന്ന മോദിക്ക് NDA സർക്കാർ എന്നും NDA ഗ്യാരണ്ടി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ശ്രീ യുവരാജ് ഗോകുൽ. അശ്മി, മോദി സർക്കാർ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് 240 സീറ്റുകൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിനിടയിൽ ഒരു പാർട്ടിക്കും ഇതുവരെയും, അതായത് BJP ഇതരമായ ഒരു പാർട്ടിക്കും 240 എന്ന് പറയുന്ന ഒരു സംഖ്യ തൊടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചിട്ടും 3ാമത്തെ തവണ മാൻഡേറ്റിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുകയും പ്രചരണം നടത്തുകയും എല്ലാം കഴിയുകയും ഈ രാജ്യത്തെ ഏതാണ്ട് 32 പാർട്ടികൾ ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിജി എതിർക്കുകയും എല്ലാം കഴിഞ്ഞിട്ടും രണ്ടാമത് വരുന്ന ഒരു പാർട്ടിക്ക് 3 അക്കം പോലും തൊടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനെ ജനങ്ങളെ മുദ്രാവാക്യം ഇന്ന് ആവർത്തിക്കാൻ ധൈര്യം കിട്ടുന്നില്ല മോദിക്ക്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന അതിന് ജനം തന്ന മാൻഡേറ്റ് ആണെങ്കിൽ അത് ഇന്നും പറയണ്ടേ? പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലോക്സഭയിൽ പറയണ്ടേ? മോദി ഗ്യാരണ്ടി പറയണ്ടേ? ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറയേണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അദ്ദേഹം ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും മോദി ഗ്യാരണ്ടി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഒറീസയിൽ പറഞ്ഞിട്ടുണ്ട്, മധ്യപ്രദേശിൽ പറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാനിൽ പറഞ്ഞിട്ടുണ്ട്, UP-യിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും രണ്ടാം ഘട്ടമായപ്പോഴേക്കും പിന്നെ മുസ്ലിം വിദ്വേഷത്തിന്റെ കൂടിയ നറേറ്റീവ് മാറിയല്ലോ. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 7 ഫേസിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 7 ഫേസിൽ വരുന്ന തെരഞ്ഞെടുപ്പിനനുസരിച്ചിട്ട് അതിൻ്റെതായ ക്യാമ്പയിനിൽ അദ്ദേഹത്തിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ NDA എന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചോദിച്ചത് NDA എന്ന് പറയേണ്ടി വരുന്ന ഗതികേടല്ലേ എന്നാണ്. എന്ത് ഗതികേടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് നിങ്ങളെന്തോ ഒരു പുതിയ തരം നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. INDA എന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. NDA എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നണിയല്ലേ, BJP ഉണ്ടാക്കിയ മുന്നണിയല്ലേ. എപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത് 98-ൽ വാജ്പേയി, ജോർജ് ഫെർണാണ്ടസ്, ജയലളിത ഒക്കെ ചേർന്ന് രൂപം കൊടുത്ത NDA സഖ്യത്തിന് ഈ 2023-ൽ 25 വർഷം പൂർത്തിയായി. 1/4 നൂറ്റാണ്ട് കാലം. ഏതെങ്കിലും ആഘോഷ പരിപാടിയോ കമമറേഷനോ BJPയുടെ നേതൃത്വത്തിൽ NDAയുടെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും കണ്ടോ അങ്ങ്? ആ വർഷം പക്ഷേ മോദി സർക്കാർ 9 വർഷങ്ങൾ ആഘോഷമാക്കി. ഹാഷ്മി, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലേ? താങ്കൾ ഇതുവരെ കണ്ടിട്ടില്ല ഹാഷ്മി? ഇവിടെ ഉള്ള തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന നമ്മുടെ BDJSന്റെ നമുക്ക് 25 വർഷം പൂർത്തിയാക്കിയ NDAയുടെ 1/4 നൂറ്റാണ്ട് കാലം പൂർത്തിയാക്കിയ NDA സഖ്യത്തിന്റെ ആഘോഷ പരിപാടി BJP നടത്താൻ കാണിച്ചു തരാമോ? ഇതെന്ത് വാർഷിക പരിപാടി നടത്തുന്നത്? ഇവിടെ UDF 25-ാം വർഷം നടത്തുന്നുണ്ടോ? 50 വർഷം നടത്തുന്നുണ്ടോ? 75-ാം വർഷം നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഏത് മുന്നണിയാണ് ഇങ്ങനെ ഇത് നടത്തുന്നത്? ആരെങ്കിലും ഓർത്തു പറഞ്ഞത് കാണിച്ചു തരാമോ? അല്ല, മോദി പറഞ്ഞത് കാണിച്ചു തരാമോ? ഏതെങ്കിലും BJP പറഞ്ഞത് കാണിച്ചു തരാമോ? NDA സർക്കാരിന് മോദി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശ്രീ, ഇതൊക്കെ എന്ത് തരം നറേറ്റീവാണ്? ഇതൊക്കെ എന്ത് തരം നറേറ്റീവാണ് ഹാഷ്മി? ഈ UP ഉണ്ടാക്കിയതിന്റെ 10-ാം വർഷം ആഘോഷിച്ച് എനിക്കൊന്ന് കാണിച്ചു തരാമോ? UDF ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ 10-ാം വർഷം 30-ാം വർഷം എനിക്കൊന്ന് കാണിച്ചു തരാമോ? LDF-ന്റെ 50-ാം വർഷം എനിക്കൊന്ന് കാണിച്ചു തരാമോ? സംവിധാനം എന്ന് പറഞ്ഞാൽ 25 വർഷം 1/4 നൂറ്റാണ്ടാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, 1/4 നൂറ്റാണ്ടിന്റെ ഒരു സ്മരണ, ഒരു ഓർമ്മ മോദി എവിടെയെങ്കിലും പറഞ്ഞോ? അരനൂറ്റാണ്ട് ആകാശം എനിക്കൊന്ന് കാണിച്ചു തരാമോ? 2014-ൽ 19 NDA സർക്കാർ തന്നെ ആയിരുന്നില്ലേ? കാണിച്ചു തരാമോ? LDF-ന്റെ 1/4 നൂറ്റാണ്ട് ആഘോഷം എനിക്കൊന്ന് കാണിച്ചു തരാം. ശിവരാജ് ഗോകുൽ, അല്ല, ഈ മാറ്റം ഞാൻ പറയുകയാണ്. 2014-ലും 19-ലും NDA സർക്കാർ തന്നെ ആയിരുന്നില്ലേ? 2014-ലും 19-ലും NDA സർക്കാർ തന്നെ ആയിരുന്നില്ലേ? ഓരോ വർഷവും പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലെ മോദിയുടെ വിക്ടറി സ്പീച്ച് നോക്കൂ. അന്നൊക്കെ പിന്നിലുണ്ട് മോദിയും അമിത്ഷായും BJPയും താമരയും. ഇക്കുറി നോക്കൂ, ധന്യവാദ് ഭാരത്, മോദിയും ഇല്ല, ഷായും ഇല്ല. സാർ, മാറ്റം നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ സംസാരിച്ചോട്ടെ ഹാഷ്മി. ഇന്ത്യയിൽ ഏത് മുന്നണിയാണ് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് പോലെ 25-ാം വർഷം 50-ാം വർഷമൊക്കെ ആഘോഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ LDF-ന്റെ ഒരു 1/4 നൂറ്റാണ്ട് ആഘോഷം കണ്ടിട്ടില്ല, അരനൂറ്റാണ്ട് ആഘോഷം കണ്ടിട്ടില്ല. UDF-ന്റെ 1/4 നൂറ്റാണ്ടോ അരനൂറ്റാണ്ടോ ഞാൻ കണ്ടിട്ടില്ല. UPA ഇവര് 1998-99 തൊട്ട് തന്നെ UP എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 1/4 നൂറ്റാണ്ട് എന്തുകൊണ്ടില്ല? നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഒരു വാക്ക് അങ്ങക്ക് എവിടെയെങ്കിലും കാണിച്ചില്ല? ഈ NDA സർക്കാർ 25 വർഷങ്ങൾ അതൊരു ചരിത്രപരമായ വർഷമായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു BJP വക്കാലുകൾ പറഞ്ഞൊന്ന് കാണിച്ചു തരാമോ? സാർ, മൈൻഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ഓർത്തിട്ട് പോലും ഇല്ല. ഞാൻ അതാണ് ഹാഷ്മി ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ ഏത് മുന്നണിയാണ് ഈ പറയുന്ന വാർഷികം വെഡിങ് ആനിവേഴ്സറി പോലെ ആഘോഷിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടാത്തപ്പോൾ നിങ്ങൾ പുതിയൊരു കഥ ഉണ്ടാക്കിയിട്ട് വരികയാണ്. എന്താണ് ഒരുമാതിരി ഭാര്യ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ബർത്ത്ഡേ ഓർത്തു വെച്ച് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു പൈങ്കിളി നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെയും ഇന്ന് പാർലമെന്ററി ബോർഡ് യോഗത്തിൽ അങ്ങനെയാണെങ്കിൽ
2018 മുതലുള്ള അല്ലെങ്കിൽ 98 മുതലുള്ള നിങ്ങളുടെ സഖ്യ സർക്കാരിന്റെ ഗുണഗണങ്ങൾ പറയേണ്ടതില്ലല്ലോ മോദി? ഇപ്പൊ സഖ്യ സർക്കാരുകളെ കുറിച്ച് നല്ല അറിവുള്ള, അതിനെക്കുറിച്ച് നന്നായി പറയാൻ കഴിയുന്ന, ഫെർണാണ്ടസിനെ ഓർക്കുന്ന, വാജ്പേയി ഓർക്കുന്ന മര്യാദാരാമനായി മാറി മോദി. എന്തുകൊണ്ടാണ്? BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. മോദിജിക്ക് എല്ലാ കാലത്തും ജോർജ് ഫെർണാണ്ടസിനെ ഓർമ്മയുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വാജ്പേയിയെ കുറിച്ചിട്ട് ഓർമ്മയുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. LK അദ്വാനിയെ ഓർമ്മയുണ്ട്, LK അദ്വാനിക്ക് ഭാരതരത്ന കൊടുത്തിരുന്നു. എല്ലാം വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചതിന് താങ്കളും കൂടെ ഉത്തരം പറയുക. 98, 99 ഈ പറയുന്ന UP ഉണ്ടാകുന്നത്. അത് അതിന്റെ കാൽനൂറ്റാണ്ട് ആഘോഷിച്ചായിരുന്നു. അതിന്റെ കാൽനൂറ്റാണ്ട് കാലം അതിന്റെ നേതാക്കൾ അതിനെപ്പറ്റി അനുസ്മരിക്കുന്ന ഒരുപിടി പ്രസ്ഥാനങ്ങൾ കാണിച്ചു തരട്ടെ. അതിന്റെ ഒരു സെലിബ്രേഷൻ എനിക്ക് കാണിച്ചു തരാം. യുവരാജ് ഗോകുൽ UPAയുടെ UDFന്റെ LDFന്റെ വാർഷികങ്ങളിൽ അതിന്റെ നേതാക്കൾ അതിനെപ്പറ്റി എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഒരുപിടി പ്രസ്താവന ഞാൻ കാണിച്ചു തരട്ടെ യുവരാജ് ഗോകുലെ. ആഘോഷമല്ല, ആഘോഷം ഒരു ഒറ്റ പ്രസ്താവന BJP പറഞ്ഞിട്ടുണ്ടോ? സർ, വാജ്പേയി പോലെ ജോർജ് ഫെർണാണ്ടസ് പോലെ നിങ്ങളുടെ തലമുതിർന്ന നേതാക്കൾ സ്ഥാപിച്ച ഒരു സംവിധാനത്തിന്റെ ഈ 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ഒരു വാക്ക് NDA എന്നൊരു സംവിധാനം നമ്മളൊന്ന് സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് അങ്ങ് കാണിച്ചു തരാം യുവരാജ് ഗോകുൽ. അല്ല, എനിക്കത് മനസ്സിലാവില്ല. മനസ്സിലാവില്ല, ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. കണ്ടിട്ടില്ല. ശരി, അത് ഇപ്പൊ മനസ്സിലാവും. ഇനി ആഘോഷിക്കും. അല്ല, ഞാൻ പറഞ്ഞു ഇനി ആഘോഷിക്കും. എക്സാക്ട്ലി സർ, ഇനി അത് ആഘോഷിക്കും. ഇനി അതിനെ കുറിച്ച് പറയും. ഇനി നിങ്ങളുടെ പൂർവ്വകാല NDA നേതാക്കളെ അനുസ്മരിക്കും. ഓക്കെ, അത് വിട്ടേക്കും. ഓക്കെ, ഹാഷ്മി, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണി നല്ല ഭംഗിയായിട്ട് 8 നിലയിൽ ഇന്ത്യയിൽ പൊട്ടി. അതിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട്. എന്റെ യുവരാജെ, നമ്മൾ ഏറ്റവും ഒടുവിലിരുന്ന ചർച്ചയിൽ പോലും താങ്കൾ വെല്ലുവിളിക്കുകയായിരുന്നു 400 പാറിന്റെ കാര്യത്തിൽ. ഓർമ്മയുണ്ടോ? നമ്മൾ ഏറ്റവും ഒടുവിലിരുന്ന ചർച്ചയിൽ പോലും താങ്കൾ ഏതൊക്കെയോ ഇലക്ഷൻ നിരീക്ഷകരെ വിളിച്ചു, താങ്കൾ ഏതൊക്കെയോ സെഫോളജിസ്റ്റുകളെ വിളിച്ചു. ഉറപ്പുണ്ട് 400 പാർ താങ്കൾ പറഞ്ഞതാണ്. എന്നിട്ടിപ്പോ എന്നിട്ട് വിഷമം എനിക്കാണോ? സത്യപ്രതിജ്ഞയും ചെയ്യാൻ പോകുന്നുണ്ട്. നല്ല വിഷമം ഉണ്ടാവും, നന്നായിട്ട് കരയുക. ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ആരാ കാര്യം. ഓക്കെ, പോട്ടെ, വിട്ടേക്കും.